കൂട്ടുകാരെ, നമുക്കിന്നൊരു കഴുതയുടെ കഥ കേട്ടാലോ? പണ്ടു പണ്ടൊരു ഗ്രാമത്തിൽ ഒരു അലക്കുകാരനുണ്ടായിരുന്നു. അയാൾ ഒരു കഴുതയെ വളർത്തിയിരുന്നു. രാവിലെയാകുമ്പോൾ കഴുതയുടെ പുറത്ത് അലക്കാനുള്ള തുണികളും വെച്ച് ആ അലക്കുകാരൻ പുഴക്കരയിലേക്ക് പോകും. വൈകിട്ടാകുമ്പോൾ തുണികളെല്ലാം അലക്കി ഉണക്കി കഴുതപ്പുറത്ത് വെച്ച് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യും. വീട്ടിലെത്തിക്കഴിഞ്ഞു രാത്രിയാകുമ്പോൾ അയാൾ തന്റെ കഴുതയെ കെട്ടഴിച്ച് സ്വതന്ത്രമായി വിട്ടിരുന്നു. ഈ സമയം കഴുത വയലുകളിലും മറ്റു പറമ്പുകളിലും പോയി തനിക്ക് മതിയാവോളം പച്ചപ്പുല്ലോ കായ്കണികളോ കഴിക്കും. അതിനുശേഷം പുലരുന്നതിനു മുൻപ് തന്നെ തന്റെ യജമാനന്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു. കഴുത ഇങ്ങനെ രാത്രിയിൽ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ ഒരു ദിവസം ഒരു കുറുക്കനെ കാണുവാനിടയായി. പെട്ടെന്ന് തന്നെ അവർ നല്ല സുഹൃത്തുക്കളാകുകയും ചെയ്തു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ ഒരുമിച്ചായി രാത്രിയിലുള്ള കറക്കം. അവർ രാത്രികളിൽ ഒരുമിച്ച് ആഹാരം തേടി കഴിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാത്രി കുറുക്കൻ പറഞ്ഞു, "സുഹൃത്തേ, കുറച്ചകലെയായി ഒരു വെള്ളരിപ്പാടം ഞാൻ കണ്ടു. ഇന്ന് നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ? അവിടെ നിന്ന് നമുക്ക് മതിയാവോളം വെള്ളരിയും കഴിച്ചു മടങ്ങാം." കഴുത സമ്മതിച്ചു. അങ്ങനെ അവർ വെള്ളരിപ്പാടത്തേക്ക് പുറപ്പെട്ടു. നല്ല നിലാവുള്ള ദിവസമായിരുന്നു അത്. വെള്ളരിപ്പാടത്തെത്തി നല്ല സ്വാദിഷ്ടമായ വെള്ളരിക്കയും കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കഴുതയ്ക്കൊരാഗ്രഹം. അവൻ കുറുക്കനോട് പറഞ്ഞു, "സുഹൃത്തേ, എനിക്കീ പൂർണ്ണചന്ദ്രനുള്ള തെളിഞ്ഞ ആകാശവും നിറയെ വെള്ളരികളുള്ള ഈ വെള്ളരിപ്പാടവും കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുന്നു. ഈ സന്തോഷത്തിൽ ഞാനൊരു പാട്ടുപാടാൻ ആഗ്രഹിക്കുന്നു." കഴുതയുടെ ആഗ്രഹം കേട്ട കുറുക്കൻ ഞെട്ടി. അവൻ പറഞ്ഞു, "സുഹൃത്തേ, നിന്റെ ആഗ്രഹത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷേ നീ ഇപ്പോൾ ഇവിടെ നിന്ന് പാടുകയാണെങ്കിൽ അത് കേട്ട് കൃഷിക്കാരെഴുന്നേൽക്കാനിടയുണ്ട്. അത് നമുക്ക് അപകടമാണ്." എന്നാൽ കഴുതയാകട്ടെ കുറുക്കൻ പറഞ്ഞത് ചെവിക്കൊണ്ടില്ല. അവൻ പറഞ്ഞു, "ഒരു കാട്ടുമൃഗമായ നിനക്ക് സംഗീതത്തിനെക്കുറിച്ച് എന്തറിയാം? പാട്ടുപാടാനും അത് ആസ്വദിക്കാനും ഒരു കഴിവ് വേണം. ഇതൊന്നുമില്ലാത്ത നിന്നോടിതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല." ഇത് കേട്ട കുറുക്കന് കഴുതയോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഉടൻ തന്നെ കുറുക്കൻ കഴുതയോട് പറഞ്ഞു, "അങ്ങനെയാണെങ്കിൽ ഒരു നിമിഷം എനിക്ക് സമയം തരണം. ഞാൻ ഈ പാടത്തുനിന്നും പുറത്തുപോയതിനു ശേഷം നീ പാടിക്കൊള്ളുക." ഇതും പറഞ്ഞ് കുറുക്കൻ പാടത്തിനു പുറത്തുള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പോയി ആരും കാണാതെ ഒളിച്ചിരുന്നു. ഈ സമയം കഴുത തന്റെ മുഴുവൻ ശബ്ദവുമെടുത്ത് പാടാൻ തുടങ്ങി. കഴുതയുടെ പാട്ട് കേട്ടതും കുറുക്കൻ പറഞ്ഞതുപോലെ കൃഷിക്കാർ ഉണർന്നു. അവർ പറഞ്ഞു, "ഈ പാതിരാത്രിയിൽ ആരാണിങ്ങനെ ഇത്രയും ഒച്ചയെടുത്ത് അലറുന്നത്?" ഇതും പറഞ്ഞവർ വെള്ളരിപ്പാടത്തേക്ക് നോക്കി. നല്ല നിലാവെളിച്ചമുള്ളതുകൊണ്ട് തന്നെ പാടത്ത് നിന്നത് ആരാണെന്ന് കൃഷിക്കാർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. അവർ കല്ലുകളും വടികളും വന്ന് കഴുതയെ ആക്രമിച്ചു. ഏറുകൊണ്ടും കമ്പുകൊണ്ടുള്ള അടികൊണ്ടും മുറിവേറ്റ കഴുത അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയി. ഈ സമയം മരത്തിന്റെ ചുവട്ടിലൊളിച്ചിരുന്ന കുറുക്കൻ കൃഷിക്കാർ അവിടെ നിന്നും പോയിക്കഴിഞ്ഞതും പുറത്തുവന്നു. എന്നിട്ട് പറഞ്ഞു, "നല്ല മനോഹരമായി തന്നെയാണ് കഴുത പാടിയത്. ആ പാട്ടിന് അർഹിച്ച സമ്മാനവും കിട്ടി." ഇതും പറഞ്ഞ് കുറുക്കനും അവിടെ നിന്നും പോയി. കൂട്ടുകാരെ, നിങ്ങൾക്കിതിൽ നിന്നും എന്ത് മനസ്സിലായി? സമയവും സന്ദർഭവും നോക്കാതെയുള്ള പ്രവൃത്തിക്ക് വിപരീത ഫലമാകും കിട്ടുക.